3:20 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നു. ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ്. നാളെ ഉച്ചവരെ ദർബാർ ഹാളിൽ തിരുവനന്തപുരത്ത് പൊതുദർശനം, അതിനുശേഷം ആലപ്പുഴയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. തുടർന്ന് അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ആ തരത്തിലാണിപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം VS-ന് വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ പലവട്ടം ഉയർന്നിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പലപ്പോഴും ഏറിയും കുറഞ്ഞുമുള്ള ആരോഗ്യ സാഹചര്യങ്ങളുമായി അദ്ദേഹം പൊരുതി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് 3:20 അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളൊപ്പമുണ്ടായിരുന്നു, കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം മരണസമയത്ത് അദ്ദേഹത്തോട് ഒപ്പമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സമര സൂര്യൻ അസ്തമിക്കുകയാണ്. 1923 മുതൽ 2025 വരെ നീളുന്ന 102 വർഷക്കാലം VS എന്ന സമര സൂര്യൻ കേരളം പൊതുസമൂഹത്തിന്, മലയാളിക്ക്, കേരളത്തിന്, രാജ്യത്തിന് എന്തു നൽകി എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ഒരു പാഠപുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ബാക്കി വെച്ച ഓർമ്മകൾ, അദ്ദേഹം മലയാളത്തിന് പകർന്നു നൽകിയ, പൊതുസമൂഹത്തിന് പകർന്നു നൽകിയ VS എന്ന കമ്മ്യൂണിസ്റ്റ് അതികായന് എനിക്ക് രാഷ്ട്രീയ കേരളം വിട ചൊല്ലുകയാണ്. നാളെ ഉച്ചവരെ തിരുവനന്തപുരത്ത് പൊതുദർശനം, അതിനുശേഷം ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും. വലിയ ചുടുകാടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. നാളെ AKG സെൻറ്ററിലും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG സെൻറ്ററിലും സംസ്കാരം മറ്റന്നാൾ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നടക്കും. അതീവ ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. VS അച്യുതാനന്ദൻ ഇനി നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാത്രമേ ഇനി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം വിശ്വസിച്ചിരുന്ന പാർട്ടി, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിനും അപ്പുറം ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു, അദ്ദേഹത്തെ സ്നേഹത്തോടെ നോക്കിക്കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടൊപ്പം ചലിക്കാത്ത ആളുകൾക്ക് പോലും അദ്ദേഹം പ്രിയങ്കരനായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം CPM-ലെ അണികൾ കണ്ണേ കരളെ VS എന്ന് ഏറ്റുപാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറി അധ്വാന വർഗത്തിൻ്റെയും അതുപോലെ തന്നെ വേദനിക്കുന്നവരുടെയും ആശ്രയമായി ഒരു കാലഘട്ടത്തിന്റെ പ്രതീക്ഷയായി മാറിയിരുന്ന VS അച്യുതാനന്ദൻ ഇനി നമ്മോടൊപ്പമില്ല. VS വിടവാങ്ങിയിരിക്കുകയാണ്. 3:20 തിരുവനന്തപുരം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. VS-ന്റെ പ്രിയപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. SUT ആശുപത്രിയിലേക്ക് നേതാക്കളുടെ പ്രവാഹമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉണ്ടായിരുന്നു. VS-ന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം AKG സെന്ററിലേക്ക് കൊണ്ടുവരും. തിരുവനന്തപുരത്ത് AKG സെന്ററിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെക്കുക. ഏതാണ്ട് 5 മണിയോടെയാണ്. നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം ദർബാർ ഹാളിൽ പൊതുദർശനം തുടങ്ങും. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക്, അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. മറ്റന്നാളായിരിക്കും സംസ്കാരം നടക്കുക. VS അച്യുതാനന്ദൻ ഇല്ല, വിപ്ലവ സൂര്യൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന VS അച്യുതാനന്ദൻ 102-ാം വയസ്സിൽ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, CPM-ന്റെ സമാരാധ്യനായ നേതാവ്, CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, അങ്ങനെ ഒട്ടേറെ നിലകളിൽ പ്രവർത്തിച്ച 1964-ൽ
പാർട്ടി പിളർന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. അങ്ങനെ അവസാനത്തെയാളും വിട വാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പോരാട്ടങ്ങളുടെ ജീവിതമായിരുന്നു. 1923 ജനിച്ച അദ്ദേഹം 1940 മുതൽ പോരാട്ട രംഗത്തുണ്ടായിരുന്നു. CPI-യിൽ നിന്ന് പിന്നീട് CPM രൂപീകരിച്ചപ്പോൾ CPM-ൽ പ്രവർത്തനം, അങ്ങനെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും VS അച്യുതാനന്ദന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കേരളം കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകൾ കണ്ട ഒട്ടേറെ സമരരംഗത്ത് VS-ന്റെ മുഖമുണ്ടായിരുന്നു. അത് VS മുൻപന്തിയിൽ നിന്ന് നയിച്ച സമരങ്ങളും VS-ന്റെ പിന്തുണയിൽ ഉണ്ടായിരുന്ന സമരങ്ങളും ഒക്കെ അതോടൊപ്പം ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു നിറ സാന്നിധ്യമായിരുന്നു. അദ്ദേഹം അവസാന ശ്വാസം വരെയും കേരള രാഷ്ട്രീയത്തിലെ ഓരോ ചലനങ്ങൾക്കൊപ്പവും സഞ്ചരിച്ച ആളാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായി VS അച്യുതാനന്ദൻ മലയാളികളുടെ ഇടയിൽ, മലയാളികളുടെ നെഞ്ചിൽ ഇടം നേടുന്ന കാഴ്ചയായിരുന്നു ഒരു കാലഘട്ടത്തിൽ കണ്ടത്. പ്രിയങ്കരനായ VS-ന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം.